സാമൂഹ്യ സേവനവും നമ്മുടെ ജീവിതമാർഗമാണ്. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, 4 കാറുള്ളവർക്ക് പറ്റൂല. 10 മണിക്ക് ഓഫീസിലെത്താൻ പറ്റും, നമ്മൾ യാതെങ്കിലും മുക്കിലും മൂലവിടെ കൊണ്ടുപോകും. അതൊന്നും അവർ കാണുന്നില്ല. നിങ്ങളുടെ നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം എത്രത്തോളം നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാം, തൊഴിലാളിക്ക് അത് ഉതകുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിനുള്ള ഓട്ടം ഞങ്ങൾക്കില്ല. ഒരു 10 രൂപ ഞങ്ങൾ 5 രൂപ കൂടുതൽ വാങ്ങിക്കുന്നതിൻ്റെ കാര്യം. പേര് ഇവിടെ വണ്ടി ഇടിക്കും, വീഴ്ന്ന് കിടക്കും. ഞങ്ങളാണ് ആദ്യം വണ്ടി ഓടാതെ അവിടെ ചെന്ന് എല്ലാം രക്ഷപ്പെടുത്തി അടുത്ത 108 രൂപ വിളിച്ച് നമ്മൾ കയറ്റി വിടുന്നത്. ഒരു വണ്ടിക്ക് എങ്ങനെ പോയാലും ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു 50,000 രൂപയാണ്. ഈ 50,000 രൂപ അടുത്ത ടെസ്റ്റ് ആയാൽ പോലും പലിശ പോലും ജാഥ വിളിക്കാനും കൊടി പിടിക്കാനും ആട്ടോക്കാരൊക്കെ ലോകത്തിന് കണ്ടുകൂടാ. ജനങ്ങളെല്ലാം അറിയണം. കാരണം ഈ കുറച്ച് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. മീറ്റർ കിട്ടി തന്നെയാണ് പോകുന്നത്. പക്ഷേ അതിനുള്ള ഓട്ടം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് പറമ്പിൽ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ 30 രൂപ കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത് കാലി അടിച്ചാണ് കറങ്ങി പറഞ്ഞത്. സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ മണിക്കൂറോളം കിടന്നിട്ടാണ് ഒരു ഓട്ടം കിട്ടുന്നത്. ഓട്ടോ വിളിക്കാൻ പറഞ്ഞവർക്ക് അവരെ ലാഭമല്ലേ അവർ നോക്കുന്നത്. ഇപ്പോൾ KSRTC ബസ്സുകൾ പോലെ തന്നെ അവർ ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റേ സ്റ്റാൻഡിൽ പോയി ആളെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോയ്ക്ക് അങ്ങനെ നടക്കൂല. അങ്ങനെ ഒരു നടക്കില്ല. കാരണം എല്ലായിടത്തും സ്റ്റാൻഡുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് അവർ കുറേ നേരം കിടന്ന് സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഒരു ഓട്ടോ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് പോകുന്നത് ശരിയായ നടപടിയില്ല. അതുമല്ല അങ്ങനെ എടുക്കാനും താമസിക്കും. അതേപോലെ നമ്മൾ തിരിച്ച് കാലി അടിച്ചാണ് പറഞ്ഞത്. ഈ വരവുന്ന വഴിക്കകത്ത് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടില്ല. അത് നേരെ വീണ്ടും നമ്മൾ സ്റ്റാൻഡിലേക്കാണ് പറഞ്ഞത്. അത്രയും ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു 10 രൂപ ഞങ്ങൾ 5 രൂപ കൂടുതൽ വാങ്ങിക്കുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ജനങ്ങളെല്ലാം അറിയണം. കാരണം ഈ കുറച്ച് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ഓട്ടോ തൊഴിലാളി കുടുംബങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തിനാണെന്നുള്ള അറിയാം. ഗവൺമെൻറ്റിൻ്റെ നിയമം ഒരു രാത്രി കൊണ്ടുവരാം. പക്ഷേ അത് നമുക്കത് എത്രത്തോളം സക്സസ് ആവും, അല്ലെങ്കിൽ എത്രത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പേ ഗവൺമെൻറ് ആലോചിക്കായിരുന്നു. പഠിച്ച് ഇവരെന്തുകൊണ്ടാണ് മീറ്റർ ഇടാതെ ഓടുന്നത്? ആരെയൊന്നും 5 പൈസ അനുകൃതമായിട്ട് നമ്മളാരും വാങ്ങുന്നില്ല. ആരെയും ഭീഷണിപ്പെടുത്തിയൊന്നും പൈസ വാങ്ങുന്നില്ല. പിന്നെ ഈ മീറ്റർ ഇടാതെ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയാൻ നമ്മളിവിടെ 90 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്കകത്തൊരു ഓട്ടം നമ്മൾ പോവേണ്ട സിറ്റിക്കകത്ത് ഇങ്ങനെ ഭാഗങ്ങളിൽ അവിടെ പോയി നമുക്കൊരു ഓട്ടം പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് നമുക്ക് ഓട്ടം പിക്ക് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ എവിടെ നിന്നെങ്കിലും വന്നൊരു ഓട്ടോ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ ഓടി വന്ന് നോ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ പറഞ്ഞു വിടും. അല്ലെങ്കിൽ ആ പോലീസുകാർ നമ്മളെ പെറ്റിയടിക്കും. ഇതൊക്കെയാണ് സിറ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത. പെട്രോളിന് 6 രൂപ 50 പൈസ മുതലുള്ള കാലഘട്ടം വരെ ഈ നിമിഷം വരെ ഓടാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു തൊഴിലിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് നടക്കുന്നത്. നമ്മൾ എവിടെ ചെന്നാലും നോ പാർക്കിംഗ് ആണ്. എവിടെ ചെന്ന് നമ്മൾ നിർത്തിയാലും നോ പാർക്കിംഗ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ കാണിക്കുന്നതിന് ഒരു 10 രൂപ 20 രൂപ നമ്മൾ കൂടുതൽ ചോദിക്കേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയമായിട്ട് ഒരു വലിയ എമൗണ്ട് എന്നല്ല. പക്ഷേ ഇപ്പോഴും എല്ലാ ജനങ്ങളും വലിയ സഹകരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ നിയമം കൂടെ കൊണ്ടുവന്നപ്പം ജനങ്ങൾ നമ്മളുമായിട്ട് വലിയ അകൽച്ചയിൽ നീങ്ങിപ്പോവുകയാണ്. കാര്യം അവർ പറയണം, നിങ്ങൾ മീറ്റർ എടുത്ത് പോയാൽ മതി. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിന് പറയാം. കാര്യം ഗവൺമെൻറ് നമ്മളെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാ. അത് ഒരു കണക്കിന് ഇത് സാമൂഹ്യ സേവനവും നമ്മുടെ ജീവിതമാർഗമാണ്. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, 4 കാറുള്ളവർക്ക് പറ്റൂല. ഒരു സെക്രട്ടറി ഉദ്യോഗസ്ഥന് അവിടുത്തെ ടൈം പഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വേണം. ഇന്നത്തെ ട്രാഫിക്കിനനുസരിച്ച് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. 10 മണിക്ക് ഓഫീസിലെത്താൻ പറ്റും, നമ്മൾ യാതെങ്കിലും മുക്കിലും മൂലവിടെ കൊണ്ടുപോകും. ഇതൊക്കെയാണ് നമ്മൾ നടക്കുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്. അതൊന്നും അവർ കാണുന്നില്ല. എത്രയോ പേര് ഇവിടെ വണ്ടി ഇടിക്കും, വീഴ്ന്ന് കിടക്കും. ഞങ്ങളാണ് ആദ്യം ഓടി അവിടെ എത്ര, പിന്നീടാണ് പോലീസും പട്ടാളമൊക്കെ പറഞ്ഞത്. ഇവിടെ എന്തെല്ലാം അപകടങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മളെന്തെല്ലാം ചെയ്തു. അവിടെ ഞങ്ങളാണ് ആദ്യം വണ്ടി ഓടാതെ അവിടെ ചെന്ന് എല്ലാം രക്ഷപ്പെടുത്തി അടുത്ത 108 രൂപ വിളിച്ച് നമ്മൾ കയറ്റി വിടുന്നത്. എന്നിട്ട് നമുക്ക് തന്നെ ഇപ്പോൾ ദ്രോഹമായിട്ട് വരെയാണ്. ഇല്ല, ഇതൊന്നും മന്ത്രിമാരും സഹാക്കന്മാരും ആരും അറിയുന്നില്ല. മീറ്റർ ഇട്ട് ഓടണം, അതില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ല മെയിനായിട്ട്. പിന്നെ ഓട്ടോറിക്ഷയുടെ ചിലവുകളെന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജല്ല. ഏത് മേഖലയിലായാലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ ഒരു ഓഫീസിലായാലും ഏതിലായാലും നല്ലതും ചീത്തയുണ്ട്. ഇതിലും അതുപോലെ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരേ രീതിയിൽ കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു പ്രശ്നം വന്നാൽ ഫസ്റ്റ് ഓടിയെത്തുന്ന ഓട്ടോക്കാർ തന്നെയാണ്. ഒരു റോഡിൽ തന്നെ ഒരു പ്രോബ്ലം വന്നാൽ ഫസ്റ്റ് ഒരു അപകടം നടന്നാലും ഓട്ടോക്കാർ തന്നെയാണ് ഫസ്റ്റ് അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വേറെ എന്തെങ്കിലും ഒരു കുഴഞ്ഞു വീണാൽ പോലും അതിലും മെയിനായിട്ട് ഒരു ഓട്ടോക്കാരൻ കണ്ട ഒരു കാരണവശാലും ഓട്ടോക്കാരൻ മുഖം തിരിച്ച് പോകാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സിറ്റിക്കകത്ത് ഒരു ഓട്ടം പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മീറ്റർ ഇട്ട് പോകുമ്പോൾ ഏകദേശം നമ്മളിവിടെ തമ്പാനൂർ എത്തുമ്പോഴും ഒരു 120 രൂപയ്ക്കകത്ത് ഞങ്ങൾക്ക് മീറ്ററിൽ അടിക്കത്തുള്ളൂ. ഈ 120 രൂപ മേടിച്ചിട്ട് അതേപോലെ ഞങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് പേരുടെ കൂടെ വരണം. ആളെ എടുക്കാനും പറ്റത്തില്ല. അവിടെ ഒരു സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് കയറാനും പറ്റത്തില്ല. സിറ്റി പെർമിറ്റ് എന്ന് സിറ്റി ഓൾ എല്ലാവർക്കും എല്ലായിടവും കിടന്ന് ഓടാം എന്ന് പറയുന്നതല്ലാതെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാൻഡിൽ നമുക്ക് അവർ എന്നെ കഷ്ടപ്പെട്ടായിരിക്കും അവിടെ ഓട്ടോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്കും കൂടെ വണ്ടി കൊണ്ടിട്ട് അവിടെ ഇട്ട് ഓടാൻ പറ്റും? ഒരു കാരണവശാലും പറ്റും. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ഭാഗ്യം പോലെ ഒരു ഓട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിട്ടിയാലായി. ഭാഗ്യം, അതായത് നമ്മൾ ലോട്ടറി എടുക്കും പോലെ ഭാഗ്യം പോലെ കിട്ടിയാലായി. അതിൻ്റെ കൂട്ടത്തിൽ സർക്കാർ ഓട്ടോക്കാരെ
കൂടെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് പരിഗണിക്കുക. അവരുടെ കുടുംബത്തിൽ ഭാര്യ, മക്കൾ, കുടുംബം, ഒരുപാട് അച്ഛനമ്മ, ഇവരെല്ലാവരും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രാവിലെ ഇറങ്ങി എല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഓട്ടോക്കാരന് എത്ര വരുമാനമുണ്ട് ഒരു ദിവസം? ഒരു പക്ഷേ 1000 രൂപയ്ക്ക് പാടും, 300 രൂപ ഡീസലാവും, 300 രൂപ കളക്ഷൻ കൊടുക്കണം. ബാക്കി എത്രയുണ്ട് മിച്ചം? അവന് ഭാര്യയുണ്ട്, അവന് മക്കളുണ്ട്, ചില വാടക വീടായിരിക്കും, കറണ്ടിന് വാടക കൊടുക്കണം, വെള്ളത്തിന് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ പെറ്റിയെന്ന് പറഞ്ഞാൽ പോതിച്ച പെറ്റിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിക്കാനില്ല, ഒരു നേതാക്കന്മാർ ചോദിക്കാൻ, ഒരു മന്ത്രി തലത്തിൽ ചോദിക്കാനില്ല, ആരും ചോദിക്കാനില്ല. ജാഥ വിളിക്കാനും കൊടി പിടിക്കാനും ആട്ടോക്കാർ വേണം. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആട്ടോക്കാർ വേണം. പക്ഷേ ആട്ടോക്കാരൊക്കെ ലോകത്തിന് കണ്ടുകൂടാ. ഇവർക്കൊക്കെ നമ്മൾ എന്തൊരു ദ്രോഹം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അന്നോടൊന്ന് കിട്ടി അന്നോടൊന്ന് അരി വാങ്ങിച്ച് ജീവിക്കണം. ഒരു സർക്കാർ വന്നാലും ഇല്ല, കോൺഗ്രസ് വന്നാലും ഇല്ല, കമ്മ്യൂണിസ്റ്റ് വന്നാലും BJP വന്നാലും ഇല്ല.